ഞാൻ എത്ര കാലമായി സിനിമയിലുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്നേ വരെ എനിക്ക് എൻ്റെ അനുഭവം വെച്ച് പറഞ്ഞാൽ ഒരാൾ പോലും മോശമായിട്ട് സംസാരിക്കുകയോ നിങ്ങൾ പറയുന്ന പോലെ ഈ കഥകിൽ വന്ന് തട്ടുകയോ അല്ലെങ്കിൽ കൂടെ സഹകരിച്ചാൽ മാത്രമേ സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് തരുള്ളൂ എന്നൊന്നും പറഞ്ഞിട്ട് അപ്പം ആരോ നേരത്തെ പറയുന്നത് കേട്ടു, ഈ ഒരു പ്രമുഖ നടിയെ ഒരുപാട് കാലം സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്, ചാൻസുകൾ കൊടുത്തില്ല. ഒരു സമയത്ത് എനിക്കും അവാർഡ് കിട്ടിയിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഞാൻ അഭിനയിക്കുന്നില്ല. അത് ആളുകള് അവർക്ക് ഞാൻ ജോമോളുടെ ചോയ്സ് ആയിരുന്നു. ഇത് അങ്ങനെയല്ലേ, ഇത് പാർവതി വളരെ കത്തി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അപ്രത്യക്ഷയായി വളരെ ആക്റ്റീവാണ്. പക്ഷെ അവരിപ്പോ അവരഭിനയിച്ചൊരു അത് നമ്മളൊരു ഡയറക്ടറുടെയോ അല്ലെങ്കിൽ ഒരു റൈറ്ററുടെയോ ക്രിയേറ്റിവിറ്റി നമുക്ക് അത് ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ഡയറക്ടറുടെയോ അല്ലെങ്കിൽ ഒരു റൈറ്ററുടെയോ ക്രിയേറ്റിവിറ്റിയെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. അതിൽ നമുക്ക് ഇടപെടാൻ പറ്റില്ല. പേരിൽ ആർക്കും അവസരം ലഭിക്കാതിരുന്നിട്ടില്ലെന്നാണ് പറയുന്നത്. ജോമോളുടെ അനുഭവം പറയാൻ പറ്റുള്ളൂ, ജനറലി ഇത് പറയാൻ പറ്റില്ല. ജോമോൾ മറുപടി പറയേണ്ടത് അങ്ങനെയാണ്. ജോമോൾ ഇപ്പോൾ പറഞ്ഞത് എനിക്ക് അനുഭവമില്ലെന്ന്. എനിക്ക് എന്നുള്ളല്ലോ പറയേണ്ടത്, അതൊരു ഇൻഡസ്ട്രിയെ പ്രതിനിധീകരിച്ചുകൊണ്ടേ പറയാൻ. ഇത്രയും നടിമാർ പരാതിപ്പെട്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെയാണോ മറുപടി പറയേണ്ടത്? അല്ല, എനിക്ക് എന്റെ അനുഭവം വെച്ചിട്ടല്ലേ പറയാൻ പക്ഷേ നമ്മളെത്ര റെസ്പെക്ട് ചെയ്യുന്നു, നിങ്ങൾക്ക് അങ്ങനെ അനുഭവമില്ല, അത് മനസ്സിലാവും. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് സഹപ്രവർത്തകർ ഒരുപാട് പേരുണ്ട്, ഇത്തരം അനുഭവം ഷെയർ ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇത്തരം അനുഭവങ്ങൾ ഉള്ളവരെ പറ്റി കേട്ടിട്ടുണ്ടാവാം. അല്ലാതെ പക്കെ ഇങ്ങനെ സുതാര്യമായ ഒരു അവസ്ഥയിലാണ് സിനിമ മേഖല പോകുന്നെങ്കിൽ ഇപ്പൊ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാവത്തില്ലായിരുന്നു. അതല്ലേ സിദ്ദിഖ പറഞ്ഞത്, അങ്ങനെ അനുഭവങ്ങൾ നമ്മളുടെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരുടെ കൂടെ തന്നെ ആയിരിക്കും. എന്തായാലും നമ്മൾ അവരുടെ കൂടെ കേട്ടിട്ടുണ്ട്. പത്രത്തിൽ വന്നതല്ലേ കേട്ടിട്ടുള്ളൂ, അല്ലാതെ അവരൊക്കെ എന്റെ കൊളീഗ്സ് ആണ്, അവരൊക്കെ കൊളീഗ്സ് മാത്രമേ ഉള്ളൂ.